ഈ കേക്ക് എന്ന് പറയുന്ന ഐറ്റം ഉണ്ടല്ലോ കുറച്ച് കുഴപ്പക്കാരനാണ്. ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൻ നമുക്ക് പണി തരും. അപ്പോൾ കേക്ക് ഉണ്ടാക്കിയിട്ട് റെഡിയായവരും കാണും, റെഡിയാകാത്തവരും കാണും. റെഡിയാകാത്തവരാണെങ്കിൽ ഈ റെസിപ്പി കൂടി ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ കേക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര വൈറ്റി സ്പോഞ്ചിയുമായിട്ടുള്ള കേക്കാണെന്ന്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഇതിൽ കുറേ ടിപ്സ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ബൗളിൽ 3 മുട്ട, ഒരു മുട്ടയുടെ വെള്ളയും എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 3 മുട്ട ഫുള്ളും വേണം. അതേപോലെ തന്നെ ഒരു മുട്ടയുടെ വെള്ളയും വേണം. ഇതിൻ്റെ അകത്തോട്ട് പഞ്ചസാരയും വാനില എസൻസും ഒന്നും ചേർക്കാൻ പാടില്ല. മുട്ട മാത്രം ആദ്യം ഒന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് പതഞ്ഞ് നല്ലതുപോലെ പൊന്തി വരുന്നത് കാണാൻ പറ്റും. നമ്മുടെ പാത്രത്തിൻ്റെ അരഭാഗത്തോളം വരുന്ന പോലെ നമുക്കിത് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, മുട്ട നല്ലതുപോലെ പതഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാൻ. ശ്രദ്ധിക്കുക, പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കണം. ഇത് തുടക്കക്കാർക്ക് വളരെയേറെ സഹായകമായ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കിത് വീണ്ടും നല്ലതുപോലെ ഒരു ക്രീമി രൂപത്തിലാകുന്നവരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം ഇതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ മുട്ടയുടെ ടെക്സ്ചർ എത്രമാത്രം മാറിയിരിക്കണമെന്ന്. കാരണം മുട്ടയും പഞ്ചസാരയും കൂടെ ബീറ്റ് ചെയ്തപ്പോൾ അതൊന്നും കൂടെ ഫ്ലഫി ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വിസ്കിനും ഇത് കണക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇത് കണക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്തോട്ട് വാനില എസൻസിൻ്റെ കാര്യമൊന്നുമില്ല. കാരണം മുട്ട പതയാതെ വരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ബീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് മുട്ടയുടെ സ്മെല്ലുണ്ടാകുന്നത് കേക്കിൽ. ഇതേപോലെ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന് വാനില എസൻസിൻ്റെ ഒരാവശ്യവും ഉണ്ടാകുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പഞ്ചസാര മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പൊടികൾ മൊത്തത്തിൽ നമുക്ക് ഇത് കണക്കൊന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ബീറ്ററിൻ്റെ ഇത് വെച്ചിട്ട് തന്നെയാണ് ഇത് കണക്ക് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. സ്പാച്ചുല ഉപയോഗിക്കാൻ പാടില്ല. തുടക്കക്കാർ ഒട്ടും സ്പാച്ചുല ഉപയോഗിക്കില്ല. അവസാനം മാത്രം നമുക്ക് ഇത് കണക്ക് സ്പാച്ചുലയ്ക്ക് അടിഭാഗത്ത് വല്ല മൈദയോ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് ഇത് കണക്ക് ഫോൾഡ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മൈദയുടെ മിക്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം വൈറ്റ് ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള നല്ലൊരു ബാറ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ മുട്ടയുടെ വെള്ള ചേർക്കുമ്പോൾ നിങ്ങളുടെ ബാറ്റർ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് അടിഭാഗത്തോട്ട് പോകത്തില്ല. നമുക്ക് എടുത്ത ബാറ്റർ അത്രയും തന്നെ നമുക്ക് അതേ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് ടീനിലോട്ട് ഒഴിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. മിക്കവരും കേക്ക് ഉണ്ടാക്കിയിട്ട് പറയുന്നതാണ് മുകൾ ഭാഗം ഒട്ടിപ്പിടിക്കുന്നു, അടിഭാഗം കരിയുന്നു, ഉൾഭാഗം വെന്തിട്ടില്ലെന്നൊക്കെ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. പഞ്ചസാര നല്ലതുപോലെ അലിയാത്തത് കൊണ്ടാണ് മുകൾ ഭാഗത്ത് ഒട്ടലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ സ്പഞ്ച് കണ്ടല്ലോ എത്ര സോഫ്റ്റും വൈറ്റും ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഞങ്ങളെ കൂടി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന വാനില കേക്കിൻ്റെ ഫസ്റ്റ് മെത്തേഡാണ്. ഇത് നിങ്ങൾക്ക് ക്രീം വെച്ച് സെയിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വാനില സ്പഞ്ച് തന്നെ ഞാൻ പല വിധത്തിൽ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാവേ. വരുന്ന ആഴ്ചകളിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പല സ്പഞ്ചിൻ്റെ റെസിപ്പിയും പല വേർഷനിലും ഞാൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഞാൻ വലിയ ഐസിങ് എക്സ്പെർട്ടൊന്നും അല്ല. അപ്പോൾ എല്ലാവരും ഞങ്ങളെ കൂടി ഒന്ന് പരിഗണിക്കണേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബോറായിട്ട് തോന്നുവേ. പക്ഷേ വരുന്ന വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടെ അത് ചുരുക്കുന്നതായിരിക്കും. കാരണം ഓരോ കേക്കിൻ്റെ റെസിപ്പിയിലും ഓരോ രീതിയിൽ വേണമല്ലോ പറഞ്ഞു തരാം. പിന്നെ ഞാൻ ഈ ഒരു ഇതിൻ്റെ അകത്ത് ടിപ്സ് ഉപയോഗിക്കുന്നത്, ഈ ക്രീം വെച്ച് ഐസിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ മിൽക്ക് മെയ്ഡിന് പകരം നമ്മുടെ അമൂല്യയിലെ 10 രൂപയുടെ അതാണ് ഫില്ലിങ്ങിൽ കൊടുക്കുന്നത്. വൈറ്റ് ഫോറസ്റ്റിനും വാനില കേക്കിനുമൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് കണക്ക് ഫില്ലിങ്ങിലൊന്ന് ചെയ്ത് നോക്കണം. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ടിപ്സ് എന്ന് പറയുന്നത്. ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്ന മൈദ മിക്സ് 3/4 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് 1 kg കേക്കിൻ്റെ കേക്ക് സ്പോഞ്ചാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് 1 kg ഉണ്ടാവുമെന്ന്. നമ്മളിത് ഐസിങ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് 1 kg ആയിട്ട് നമുക്കിത് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു മുട്ടയുടെ വെള്ളം സെപ്പറേറ്റ് എടുക്കുന്ന വെച്ചാൽ തുടക്കക്കാർക്കൊക്കെ മൈദ മിക്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കേക്ക് ബാറ്റർ താന്നു പോകുമല്ലോ. പക്ഷേ നിങ്ങൾക്ക് ആ കേക്ക് ബാറ്റർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും നമ്മൾ മിക്സ് ചെയ്ത ബാറ്റർ അതേ കണക്ക് തന്നെ നിൽപ്പുണ്ട്, ഒട്ടും താഴ്ന്നു പോകാത്ത രീതിയിൽ തന്നെ.
അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് നിങ്ങൾക്ക് പുറത്തേക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കേക്ക് സ്പഞ്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യണേ. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്തേക്കണേ.